വെൽക്കം ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം അനോറെക്സിയ നെർവോസ എന്ന രോഗത്തെ പറ്റിയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മെലിയൽ രോഗം. ചിലർ വണ്ണം കൂടുമെന്ന ഭയത്തിൽ ആഹാരം പോലും ഉപേക്ഷിക്കുകയും ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന കലോറി കണക്ക് കൂട്ടുകയും ചെയ്യും. അടിക്കടി ശരീരഭാരം അളന്നു നോക്കുന്നതും ഇവരുടെ ഒരു ശീലമാണ്. ഈ അവസ്ഥയാണ് അനോറെക്സിയ നെർവോസ എന്ന് വൈദ്യശാസ്ത്രം വിളിക്കുന്നത്. അനോറെക്സിയ നെർവോസ എന്ന ഈറ്റിംഗ് ഡിസോർഡർ ഉള്ളവരിൽ അകാല മരണത്തിന് സാധ്യത കൂടുതലെന്ന് പഠനം പറയുന്നു. ഇന്റർനാഷണൽ ജേണൽ ഓഫ് ഈറ്റിംഗ് ഡിസോർഡേഴ്സിലാണ് പഠനം പ്രസിദ്ധീകരിച്ചത്. ഡെൻമാർക്കിൽ നിന്നുമുള്ള ഗവേഷകരാണ് പഠനത്തിന്റെ പിന്നിൽ അനോറെക്സിയ നെർവോസ ഉള്ളവരിൽ മരണനിരക്കിനുള്ള സാധ്യത കൂടുതലാണെന്നും ഇതിനോടൊപ്പം കടുത്ത മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കൂടിയുണ്ടെങ്കിൽ മരണസാധ്യത ഇരട്ടിയാകുമെന്നും പഠനത്തിൽ പറയുന്നു. 14,774 പേരുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ചാണ് പഠനം നടത്തിയത്. അനോറെക്സിയ നെർവോസ ഉള്ളവരിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് അകാല മരണത്തിന് സാധ്യത 4.5 മടങ്ങ് കൂടുതലാണ്. ഈ ആരോഗ്യമുള്ളവരിലെ മരണങ്ങളിൽ 13% ആത്മഹത്യ മൂലമാണ്. അനോറെക്സിയ നെർവോസ ഉള്ളവരിൽ മാനസിക ആരോഗ്യത്തിനു കൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് ചികിത്സാ രീതികൾക്കും ആരോഗ്യ പ്രവർത്തകർ തയ്യാറാകണമെന്നും പഠനത്തിൽ പറയുന്നു. എന്താണ് അനോറെക്സിയ നെർവോസ അല്ലെങ്കിൽ മെലിയൽ രോഗം? ഗുരുതരമായ ഈറ്റിംഗ് ഡിസോർഡറുകളും മാനസികാരോഗ്യ പ്രശ്നവുമാണിത്. ഈ പ്രശ്നമുള്ളവർ വണ്ണം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുകയും വേണ്ടത്ര ഭക്ഷണം കഴിക്കാതിരിക്കുകയോ അമിതമായ വ്യായാമം ചെയ്യുകയോ ഭക്ഷണം കഴിച്ചാൽ അവ ഛർദ്ദിച്ചു കളയാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യും. പിന്നെ പട്ടിണി കിടക്കുക ചെയ്യുന്നതോടെ സാഹചര്യം ഗുരുതരമാകും. സ്വന്തം ശരീരത്തെക്കുറിച്ച് എപ്പോഴും ആശങ്ക ഉണ്ടാകുകയും വണ്ണം വെക്കുമോ എന്ന ഭയം ഉണ്ടാകുകയും ചെയ്യും. വണ്ണം തീരെ കുറവാണെങ്കിലും വണ്ണം വെക്കുമോ എന്ന തോന്നലുണ്ടാകും. പ്രായഭേദമന്യേ എല്ലാവരിലും ഈ അവസ്ഥ കാണുമെങ്കിലും പൊതുവെ പ്രായം കുറഞ്ഞ സ്ത്രീകളിലാണ് ഇവ കൂടുതലായി പ്രകടമാകുന്നത്. അനോറെക്സിയ ഉണ്ടെന്ന സംശയം തോന്നിയാൽ ഉടൻ വിദഗ്ധ ചികിത്സ തേടേണ്ടതുണ്ട്. ഭക്ഷണശീലങ്ങളെ കുറിച്ചും ഭാരമൊക്കെ പരിശോധിച്ചു വിലയിരുത്തൽ നടത്തുക. തെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സാ രീതിയിലൂടെ ഈ അവസ്ഥയെ മറികടക്കാനാവും. അനോറെക്സിയ മൂലമുള്ള സങ്കീർണതകൾ. പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും അനോറെക്സിയ നെർവോസ കാരണമാകുന്നു. ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് വഴി ശരീരത്തിന് വേണ്ടത്ര പോഷകാഹാരം ലഭിക്കാതിരിക്കുക, പേശികളും അസ്ഥികളും ക്ഷയിക്കുക എന്നിവയ്ക്ക് കാരണമാകുന്നു. ലൈംഗിക താല്പര്യമില്ലായ്മ, പ്രത്യുൽപാദന പ്രശ്നങ്ങൾ, ഹൃദ്രോഗങ്ങൾ, ഓർമ്മക്കുറവ് ഉൾപ്പെടെയുള്ള നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ, വൃക്ക തകരാറുകൾ, പ്രതിരോധ ശേഷി കുറവ്, അനീമിയ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു. മിതമായ ചികിത്സ തേടാത്ത പക്ഷം അകാല മരണത്തിനും കാരണമാകുന്നു. മെലിയൽ രോഗത്തിന്റെ കാരണങ്ങൾ. അനോറെക്സിയ നെർവോസയിലേക്ക് നയിക്കുന്ന യഥാർത്ഥ കാരണങ്ങളെ കുറിച്ച് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. എങ്കിലും കുടുംബത്തിൽ ആർക്കെങ്കിലും ഡയറ്റിംഗ് ഡിസോർഡറോ വിഷാദ രോഗമോ ലഹരിക്ക് അടിമപ്പെടുകയോ ചെയ്തവരിൽ സാധ്യത കൂടുതലാണ്. ഭക്ഷണശീലങ്ങൾ, ശരീരഭാരം, ആകൃതി എന്നിവയെക്കുറിച്ച് നിരന്തരം വിമർശനം നേരിട്ടിട്ടുള്ളവരിലും ഈ ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ടാകാം. ഉത്കണ്ഠ, ആത്മവിശ്വാസക്കുറവ് തുടങ്ങിയവയും അനോറെക്സിയ നെർവോസയിലേക്ക് നയിക്കാം. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എഴുതപ്പെടേണ്ട വികാരം പ്രണയമല്ല, വിശപ്പാണ്. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ആവശ്യമുള്ള ആഹാരം നാം കഴിക്കുക. നമ്മുടെ ആരോഗ്യം നാം ശ്രദ്ധിക്കുക. ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.